അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 7 വർഷം വിചാരണ എങ്ങും എത്തുന്നില്ല. പക്ഷേ എപ്പോഴും ഈ SFIയും യൂണിയനുകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ രക്തസാക്ഷിത്വത്തെ അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. പണമായിട്ടും അല്ലാതെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടും ഒക്കെ. അഭിമന്യുവിനും അത്തരത്തിൽ തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈ 2-ാം തീയതിയാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. അദ്ദേഹം നാട്ടിലായിരുന്നു, മൂന്നാറിൽ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് എന്തൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചു വന്നിട്ട് ഇവിടെ വെച്ചാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ നാട്ടുംപുറത്തുകാരിയായ ഒരു സ്ത്രീ, പച്ച സ്വെറ്ററിൻ്റെ കണ്ണിൽ ഇപ്പോഴും ആ കാഴ്ചയുണ്ട് കേട്ടോ. ഞാൻ നൊന്തു പെറ്റ പൊന്നു മോനേന്നും പറഞ്ഞ് അഭിമന്യുവിൻ്റെ മൃതശരീരത്തിലേക്ക് വീണ് പൊട്ടി കരയുന്ന രംഗം എനിക്ക് ഇപ്പോഴും കണ്ണുനീരോടുകൂടെ മാത്രമേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുള്ളൂ. അതിനുശേഷം ഇതൊരു ആഘോഷം പോലെയാക്കി മാറ്റി SFI. മഹാരാജാസ് കോളേജിൻ്റെ മുമ്പിൽ അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് 1-2 അച്ഛനമ്മമാർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ വയ്ക്കുന്നുണ്ട്, ആർക്കാണ് അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് താല്പര്യം ഉണ്ടാകുന്നത്, സ്വന്തം മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അഭിമന്യു മരിച്ചത് ദുഃഖം തന്നെ. ഇനി ആ കലാലയത്തിൽ ഇനിയൊരു രക്തസാക്ഷി ആകുവാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ മക്കളെയും കൂടെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്ത് വെക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു? അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പേടിയാണ് ഉണ്ടാവണേ. അവരും അതുപോലെ രക്തസാക്ഷിയാവുമോ, അവരും കൊല്ലപ്പെടുമോ എന്ന്. അതിനുശേഷം അഭിമന്യുവിൻ്റെ ഞാൻ ഗൂഗിളിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അഭിമന്യുവിനെ വിറ്റ് കാശാക്കി എന്ന് തന്നെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം ബക്കറ്റ് പിരിവും അല്ലാത്ത പിരിവും എല്ലാം നടത്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു 10-35 ലക്ഷം രൂപയുടെ വീടും 10 സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ചു കൊടുത്തു. പക്ഷേ കലൂര് പൊന്നും വിലയ്ക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അഭിമന്യുവിൻ്റെ പേരിലൊരു വലിയ ബഹുനില കെട്ടിടം ഉണ്ടാക്കി അത് റെൻറ്റിനും അതിനൊക്കെ കൊടുത്ത് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതം തോന്നും കേട്ടോ. ആ 1-ാമത്തെ ചരമവാർഷികത്തിനാണെന്ന് തോന്നുന്നു അമ്മ വന്ന് നിന്നിട്ട്, നമ്മളുടെ പുരാണങ്ങളിൽ പറയും പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന്. ഹൃദയം പൊട്ടി അമ്മ കരയാണ്. മോനെ അങ്ങനെ വലിയൊരു പടം വെച്ചിട്ടുണ്ട്, മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടി തൊടാൻ പറ്റുമോ? ആ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ ആ കുഞ്ഞിൻ്റെ ശരീരം തൊടാൻ പറ്റുന്നല്ലാണ്ട് വേറെ എന്താണ് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന? ആ ഊഷ്മളത, ആ വാംനെസ് ഫീൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഞാൻ അവരോട് പറയും, മോനെ അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ പറ്റുന്നത്രയും അമ്മയെ കെട്ടിപ്പിടിക്കും, അമ്മയ്ക്ക് ഉമ്മ വയ്ക്കൂ. കാരണം ആ ഒരു ഫീലിംഗ്, ആ വാംത്ത്, ആ സ്നേഹം. മരിച്ച് നമ്മൾ ഐസ് പെട്ടി കിടക്കുമ്പോൾ എന്ത് കാണിച്ചാൽ എന്താ? ഒരു കാര്യം കൂടെ ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അഭിമന്യു മരിച്ചു, രക്തസാക്ഷിയായി. അതുകൊണ്ട് രക്തം പുറത്തു വന്നല്ലോ. ഈ രക്തസാക്ഷിത്വത്തിന് കാരണമാക്കിയവരെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വേറൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. വിദേശത്താണ് പ്രതികൾ പലരും. വിദേശത്താണ് പ്രതികൾ പലരും നമുക്കറിയാം, എവിടെയാണെന്നും അറിയാം. പക്ഷേ അവരുടെ സ്വാധീനം കൊണ്ടോ എന്തോ ആയിക്കോട്ടെ അവരെ പിടികൂടിയിട്ടില്ല. കല്യാൺ സിൽക്കിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കടകളിലേക്ക് വൈകുന്നേരങ്ങളിൽ ആർക്കും ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറയാമോ? അവിടെ പിരിവുണ്ട്. എന്തിന്റെ പിരിവ്? അഭിമന്യുവിന്റെ പേരിലുള്ള പിരിവ്. അഭിമന്യു ചേട്ടനാണ്. അഭിമന്യു ചേട്ടന്റെ പേരിൽ പിരിവ്. അപ്പോൾ 2 പെൺകുട്ടികൾ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, മാഡം ഇത് ഞങ്ങൾക്ക് ഇതിലേക്ക് സംഭാവന തരണം. എന്താ ഇത്? അഭിമന്യു ചേട്ടൻ്റെ പേരിൽ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് അഭിമന്യു ചേട്ടൻ? അത് ഇവിടെ നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ചേട്ടനാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എന്താ അറിയാം? എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലുണ്ടായിരുന്നു. ശരി, അപ്പോൾ അദ്ദേഹം കൊല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അറിയാമല്ലോ. അവർ പരസ്പരം നോക്കി, എന്നിട്ട് അവർ സമ്മതിച്ചു, ആണെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തെ കൊന്ന ആളുകളെ ഇപ്പോൾ ഭരിക്കുന്നത് SFI ആയിട്ടുള്ള നിങ്ങളുടെ മുതിർന്ന അങ്കിളും ആൻറ്റിയൊക്കെയാണല്ലോ ഭരിക്കുന്നത്. അവർ പിടിച്ചോന്ന് അറിയാമോ? പിന്നെയും പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവർക്കൊന്നും അറിയില്ല, റെസീറ്റും കൊടുത്ത് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, മോളെ നിങ്ങളെ പഠിക്കാനായിട്ട് എറണാകുളത്തേക്ക് അയച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം എറണാകുളത്തുള്ള കുട്ടികളല്ലാന്ന്. എറണാകുളത്തുള്ള കുട്ടികളാണെങ്കിൽ 6:30-7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിളി തുടങ്ങി, എവിടെയാണെന്ന് തുടങ്ങും. ഹോസ്റ്റലിലാകുമ്പോൾ പിന്നെ പറഞ്ഞാൽ മതി ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മമാർക്കാണെങ്കിൽ ഇത്തിരി ബുദ്ധിയും കുറവാണ്. ഞാനാണെങ്കിൽ അപ്പം പറയും വീഡിയോ കോളിൽ വരുമെന്ന്. അപ്പം അറിയാമല്ലോ ഹോസ്റ്റലിലാണോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ചില അച്ഛനമ്മമാർക്ക് ഇത്തിരി അക്കാര്യത്തിൽ ബുദ്ധി കുറവ്, അല്ലെങ്കിൽ കുട്ടികൾ സമ്മതിക്കുന്നുണ്ടാവില്ലായിരിക്കും, രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ അയച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അഭിമന്യു പോയി. ആർക്ക് പോയി? അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകൾക്കും പോയി. കൂടപ്പിറപ്പുകളെക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. കൂട്ടുകാർക്ക് പോയി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജീവിതമുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് എനിക്ക്
2 മാസം മുമ്പ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഇനോഗ്രേഷനായിരുന്നു അവരുടെ പുതിയ ഓഡിറ്റോറിയത്തിൽ 150-ാം ഇതിൻ്റെ വാർഷികത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചടങ്ങ്. മുഴുവൻ ഞങ്ങളുടെ SFIക്കാർ നിരത്തി പോസ്റ്ററുകൾ വച്ചിരിക്കട്ടോ, മുഴുവൻ അലങ്കാരങ്ങൾ SFI മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കി വായിച്ച് പോകുമ്പോൾ ഒരു ഹോർഡിങ് എന്ന് പറഞ്ഞാൽ ബോർഡ്, ഫ്ലെക്സ് ബോർഡ്, അതിൽ എഴുതിയിരിക്കുകയാണ്, ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. ഞാൻ അങ്ങനെ അവിടെ നിന്ന് എൻ്റെ കണ്ണിന് വെള്ളം വരാൻ പോയി. ആ പച്ച സ്വെറ്റർ ഇട്ട് ഞാൻ നൊന്തുപെറ്റ പൊന്നു മകനെ എന്നും പറഞ്ഞ് അഭിമന്യുവിൻ്റെ ശരീരത്തിൽ ആർത്തലച്ച് വീണ് കരയുന്ന ആ അമ്മയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ശവകുടീരങ്ങൾ കരയില്ല എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആ ഒരു ആഗ്രഹം പോലും തീരാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് കരയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാം? ഇവർ ഗണിച്ചു നോക്കിയോ? കരയുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവർ ഗണിച്ചു നോക്കിയോ? കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഇവർക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? അദ്ദേഹം എവിടെയാണെന്നറിയോ? റീബർത്ത് ഉണ്ടോ? എന്താണെന്നൊന്നും അറിയില്ല നമുക്ക്. ഇവിടുന്ന് പോയാൽ പോയി, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്ന് പറയുകയാണെങ്കിൽ പുഷ്പന്റെ കാര്യത്തിൽ നമുക്കത് പറയാം. പുഷ്പൻ ആയുസോടെ കിടക്കുന്നുണ്ട്, വെജിറ്റബിൾ പോലെയാണെങ്കിൽ അദ്ദേഹമുണ്ട്, കരയുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണാം. പക്ഷേ മരിച്ചു പോയ ഒരാളുടെ ശവകുടീരം കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുന്നു? ഇനി ആ ശവകുടീരം കഴിഞ്ഞില്ലെങ്കിലും പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖമെന്നാണ് നമ്മളുടെ സംസ്കാരത്തിൽ പറയുന്നത്. ആ അമ്മ, നൊന്തുപെറ്റ അമ്മ, ഒരിക്കലെങ്കിലും ഒരു ദിവസം ആ മകനെ ഓർത്ത് എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും. അവിടെ നിന്ന് ഇവിടെ എറണാകുളം വരെ വന്ന് മിടുക്കനായി പഠിച്ച് ഉയർന്ന നിലയിലെത്തിയ മകനിൽ കൂടെ ഒരു ജീവിത പ്രതീക്ഷ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും, ആ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ തകർന്നു പോയത്? കരയാൻ നിങ്ങൾ സമ്മതിച്ചെങ്കിലും എന്ത് കാര്യം? അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അഭിമന്യു കരയുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അദ്ദേഹം പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒന്നും ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. ചാരം പോലുമില്ല, ഭസ്മം പോലുമില്ല. പിന്നെ കരയുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അമ്മയുടെ അടുത്ത് പോയി നോക്കൂ. അമ്മയുടെ അടുത്ത് പോയി നോക്കിയിട്ട് നിങ്ങൾ പറയൂ അമ്മ കരയുന്നുണ്ടോ എന്ന്, അച്ഛൻ കരയുന്നുണ്ടോ എന്ന് പറയൂ. അവർ കരയുന്നില്ല എങ്കിൽ നമുക്കത് അനുവദിക്കാം. അല്ലാണ്ട് മൃതശരീരം കരയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അഭിമന്യുവിന്റെ ജൂലൈ 2 തോന്നുന്നു ജൂലൈ 2 മരിച്ച ദിവസം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം. നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് പൂക്കളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ തൊഴുകുന്നു എന്നാണ് എൻ്റെ പഴം മനസ്സിൽ. പക്ഷെ ഞാൻ കണ്ടൊരു വീഡിയോ, ഞാൻ അത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയില്ല, എൻ്റെ നേരെ ആരും കേസിനും വരണ്ട, അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം, ടു മൈ നോളജ്. ഓക്കെ, ഒരു വീഡിയോ കണ്ടു. ആർമാദിക്കാണ്, ടേപ്പ് വെച്ച് പാട്ടും ഡാൻസും കൂത്തുമൊക്കെ ആയിട്ട്. ഇത് സത്യമാണോ? മഹാരാജാസില് അഭിമന്യുവിന്റെ അനുസ്മരണ യോഗം എന്നും പറഞ്ഞ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. എനിക്കത് റെക്കോർഡാക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരെണ്ണം നടന്നിട്ടുണ്ടെങ്കിൽ അഭിമന്യുവിന്റെ ശവകുടീരത്തിൽ നിന്ന് അദ്ദേഹം പൊട്ടി ഏങ്ങലടിച്ച് നിലവിളിക്കുന്ന ശബ്ദം ഈ മാതൃഹൃദയം കേൾക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയാണോ അദ്ദേഹം രക്തസാക്ഷിയായത്? ഇങ്ങനെ നിങ്ങൾക്ക് ആഹ്ലാദിക്കാനും ആർമാദിക്കാനും വേണ്ടിയാണോ? അദ്ദേഹം വിശ്വസിച്ച ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിനെ കൊല ചെയ്തപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ചേർന്നിന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ ഒരു പുഷ്പം അർപ്പിക്കാണ്ട് പാട്ടുപാടി ഡാൻസ് ചെയ്ത് നിങ്ങൾ ആഘോഷിച്ചു എങ്കിൽ ഈ മാതൃഹൃദയം തപിക്കുന്നു. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മാതാവ് നിങ്ങളോട് പൊറുക്കുകയില്ല. പ്രിയപ്പെട്ട മഹാരാജാസിലെ അഭിമന്യുവിൻ്റെ അനുഭാവികളായ കുട്ടികളോട് ഈ മാതൃഹൃദയം പറയുകയാണ്, ഇങ്ങനെയുള്ള ശവകുടീരങ്ങളും ഇങ്ങനെയുള്ള രക്തസാക്ഷിത്വങ്ങളും നമുക്ക് വേണ്ട. ഇപ്പൊ പുഷ്പനെ നിങ്ങൾ അവിടെ വെജിറ്റബിൾ ആക്കി ഇട്ടു. എന്തായിരുന്നു കാരണം? നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ശാസ്ത്രീയ കോളേജുകൾ വേണ്ട. ഇപ്പൊ നമ്മുടെ മന്ത്രി പിണറായിയുടെ മകള് വരെ അവിടെ പഠിച്ചു. ഇപ്പൊ എല്ലാവരും അവിടെയല്ലേ പഠിക്കുന്നത്. 5 പേര് മരിച്ചു, ആ കുടുംബത്തിന് പോയി. അതും നിങ്ങൾ ആഹ്ലാദിക്കുന്നു. പുഷ്പൻ മൃതപ്രായനായിട്ട് എത്ര വർഷം കിടന്നു. ആ കുടുംബം പൊഴിച്ചിട്ടുള്ള കണ്ണുനീര് പുഷ്പൻ നിന്നിട്ടില്ല. പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാം. പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അനുഭവിക്കുന്നവർക്ക് എൻ്റെ അമ്മ ഒരു ഡോക്ടറുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അമ്മ പറയും,
കണ്ടു നിൽക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാൻ പറയാൻ പറ്റൂ. പറ്റൂ. കിടക്കുന്ന രോഗിക്ക് ഇനി തലവേദനയാണെങ്കിൽ പോലും അദ്ദേഹം അനുഭവിക്കുന്ന വേദന അവർക്കേ അറിയാൻ പറ്റും. അയ്യോ നമുക്ക് കഷ്ടം എന്ന് പറഞ്ഞ് നമുക്കൊന്ന് തടവി കൊടുക്കാം, അല്ലെങ്കിൽ പനിക്ക് നമുക്ക് തുണി വിരിച്ചു കൊടുക്കാം. പക്ഷെ അവരനുഭവിക്കുന്ന അസ്വസ്ഥത, അവരനുഭവിക്കുന്ന വേദന ആ രോഗിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ആ കുടുംബത്തിന് അല്ലെങ്കിൽ പുഷ്പൻ സഖാവിന് മാത്രമേ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വേദന അറിയാൻ പറ്റുള്ളൂ. പൊന്നു കുട്ടികളെ, നമുക്കിനി രക്തസാക്ഷികൾ വേണ്ട, അതുകൊണ്ട് തന്നെ രക്തസാക്ഷി കുടീരങ്ങളും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.